പ്രതിപക്ഷ ഐക്യത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ഇന്നറിയാം. പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെടാൻ സഖ്യസമിതി രൂപീകരിച്ചേക്കും. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച ശേഷം ഇതിന്മേലുള്ള ചർച്ച നടക്കും. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്റണി, നേരത്തെ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു അനുനയ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തുളസി, ഇപ്പോൾ പ്ലീനറി സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ തുടക്കം ആയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ, വേട്ടയാടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നടത്തിയത്. ED ഉൾപ്പെടെയുള്ളവയെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ വലിയ രീതിയിൽ വേട്ടയാടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ യുവാക്കൾ ഇരുട്ടിലാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ അഭിസംബോധന പ്രസംഗത്തിൽ നടത്തി. ഇനിയിപ്പോൾ സോണിയാഗാന്ധി സംസാരിക്കും. അവരുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന നിലയിൽ കൂടിയാണ് ഈ സമ്മേളനത്തിൽ ഈ പ്രസംഗം ഉണ്ടാവുക. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സോണിയാഗാന്ധി ഇറങ്ങിയതിനു ശേഷം നടക്കുന്ന പ്ലീനറി സമ്മേളനം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ പ്രസംഗമായി തന്നെയാണ് കാണുന്നത്. ഇന്ന് നടക്കാനുള്ള മറ്റു പരിപാടികൾ എന്ന് പറയുന്നത് പ്രധാനമായും 3 പ്രമേയങ്ങളാണ്. ആ പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രധാനമായും ഈ സഖ്യവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ തലത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകേണ്ട പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചാണ്, സഖ്യ രൂപീകരണം സംബന്ധിച്ച ഒരു നിർദ്ദേശമാണുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ എല്ലാ കക്ഷികളുടെയും ഒരു വലിയ ഐക്യം വേണ്ടതുണ്ട്. അത് പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ ഈ സഖ്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലും ആ ഒരു സഖ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ പ്രമേയത്തിലുള്ളത്. പ്രമേയത്തിൽ പ്രധാനമായും പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നു. ഈ ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ കണ്ടതാണ് 13 പ്രതിപക്ഷ പാർട്ടികൾ മാത്രമായിരുന്നു അന്ന് റാലിയിൽ പങ്കെടുത്തത്. CPM, തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പങ്കെടുത്തിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ളൊരു നീക്കം പ്രാവർത്തികമാക്കാൻ കഴിയുമോ കോൺഗ്രസിന്? അതെല്ലാം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് 7 മേഖലകളായി രാജ്യത്തെ തിരിച്ചുകൊണ്ട് ആ മേഖലകളിൽ ഉള്ള പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തുക. അപ്പോൾ അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി ഓരോ മേഖലകളിലും ഈ സഖ്യം ഈ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും BJPക്ക് എതിരായി കോൺഗ്രസിന്റെ കീഴിൽ അണിനിരത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമായും ഉയരുന്നത്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും ഈ പ്രാദേശിക കക്ഷികൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ കാര്യങ്ങൾ പോയാൽ മാത്രമേ സഖ്യം പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തൂ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ഈ TRS, അതുപോലെ തന്നെ JDU ഉൾപ്പെടെ AAP തുടങ്ങിയ പാർട്ടികൾ വിട്ടുനിന്നിരുന്നു. പക്ഷേ ഇവരെയും കൂടെ കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടിയുണ്ട്. പക്ഷേ ആ പേര് ഈ പ്രമേയത്തിൽ പറയുന്നില്ല. എങ്കിൽ പോലും എല്ലാ പാർട്ടികളെയും ഇതിനൊപ്പം ചേർക്കണം എന്നൊരു നിർദ്ദേശവും കൂടി ഈ പ്രമേയത്തിലുണ്ട്. ഏതായാലും ഏറെ നിർണായകമായൊരു പ്രമേയം തന്നെയാണെന്ന് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. തുളസി, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രമേയമുണ്ട്. പിന്നീട് വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട വിദേശകാര്യ പ്രമേയവും കൂടി ഇന്ന് അജണ്ടയിലുണ്ട്. തുളസി, വ്യക്തമാണ് ആന്റണി.